നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്പോഞ്ചി ആയിട്ടുള്ള ഒരു വാനില കേക്കിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. ഈ കേക്ക് നമ്മൾ ഓവണിലല്ല കടായിലാണ് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഞാനിവിടെ 3 മുട്ട പൊട്ടിച്ചെടുത്തതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് മധുരത്തിനായിട്ട് 1 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നമുക്കിനി പഞ്ചസാരയും മുട്ടയും നന്നായിട്ടൊന്ന് അടിച്ചെടുത്ത് കൊണ്ടുവരാം. ഇപ്പോൾ ഇതാ ഞാനിതിവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. പാല് റൂം ടെമ്പറേച്ചറിലുള്ളതായിരിക്കണം ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് 1/2 കപ്പ് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഓയിൽ ചേർത്ത് കൊടുക്കുമ്പം കുറേശ്ശെ വേണം ചേർത്ത് കൊടുക്കാൻ. ഞാനിതിൽ നിന്ന് പകുതി ഓയിൽ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. 1 മിനിറ്റ് ഒന്ന് അടിച്ചെടുത്തതിൻ്റെ ശേഷം നമുക്ക് ബാക്കിയുള്ള ഓയിലും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കൊരു 3 മിനിറ്റ് വരെ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ടെടുക്കാം. സാധാരണ നമ്മൾ കുക്കിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന ഓയിൽ തന്നെയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഫ്ലേവറുള്ള ഓയിൽ ചേർത്ത് കൊടുക്കരുത്. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. മൈദ ഞാൻ ആദ്യം അരിപ്പ വെച്ച് അരിച്ചെടുത്തതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം 1 മിനിറ്റ് നേരത്തേക്ക് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ ഞാനിതിവിടെ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം ഒരു കേക്ക് മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ആദ്യം തന്നെ ഒരു കേക്ക് മോൾഡ് തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്തൊക്കെ നന്നായിട്ട് ഓയിൽ ഗ്രീസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ശേഷം നമുക്ക് അതിൻ്റെ മുകളിൽ ഒരു ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കാം. എന്നിട്ട് കുറച്ച് ഓയിലോ നെയ്യോ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുത്തതിൻ്റെ ശേഷം ഒന്ന് ടാപ്പ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ കേക്ക് ടിന്ന് ഒരു ചൂടായ കടായിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. ഞാനിവിടെ കടായി ആദ്യം തന്നെ ചൂടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് എയർ ഒന്നും പോവാത്ത രീതിയിൽ ഇത് അടച്ചു വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഒരു 40 മിനിറ്റ് നേരത്തേക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് ബേക്ക് ചെയ്തിട്ടെടുക്കാം. ഒരു 40 മിനിറ്റിന് ശേഷം നമുക്കിത് തുറന്ന് നോക്കാം. ഇപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട്. നമുക്കൊരു കത്തി വെച്ചിട്ടോ സ്ക്യൂർ വെച്ചിട്ടോ ഈ കേക്കിൻ്റെ ഉൾഭാഗമൊക്കെ ശരിക്കും വെന്ത് കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ ശരിക്കും വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് പുറത്തേക്ക് എടുത്ത് വെക്കാം. ഒരു അരമണിക്കൂറിന് ശേഷം നമുക്കിത് ഡീമോൾഡ് ചെയ്തിട്ടെടുക്കാം. നമുക്കിതിൻ്റെ മുകളിലുള്ള ബട്ടർ പേപ്പറൊക്കെ ഒന്ന് എടുത്തിട്ട് മാറ്റാം. ഇപ്പോൾ ഇതിൻ്റെ കളറൊക്കെ കണ്ടില്ലേ, നമ്മുടെ കേക്ക് ഇവിടെ പെർഫെക്റ്റ് ആയിട്ടാണ് തയ്യാറായി കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അത്രയേ ഉള്ളൂ. നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ വനീല സ്പോഞ്ച് കേക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ഇപ്പോൾ ഈ കേക്ക് കണ്ടാൽ തന്നെ നിങ്ങൾക്കറിയാം എത്രമാത്രം സോഫ്റ്റാണെന്ന്. ഈ ഒരു കേക്ക് ബിഗിനേഴ്സിന് പോലും പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. എല്ലാ ചേരുവകളും മിക്സിയിലെടുത്തിട്ടൊന്ന് അടിച്ചെടുത്താൽ മാത്രം മതി. ഇനി ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. ഇത് കട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും എത്രമാത്രം സോഫ്റ്റാണെന്ന്. വൈകുന്നേര സമയത്തൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയൊരു കേക്ക് റെസിപ്പിയാണ്. അതുപോലെ തന്നെ ഗസ്റ്റൊക്കെ വീട്ടിൽ വരുമ്പം നമുക്ക് എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള സ്പോഞ്ചി ആയിട്ടുള്ള വായിലിട്ടാൽ അലിഞ്ഞിറങ്ങുന്ന ഈ ഒരു കേക്ക് റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടതാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയുടെ കൂടെ ഷെയർ ചെയ്യാനും മറക്കരുത്.